ഹായ്, വെൽക്കം ടു ബ്രേസ് വില്ല ഹോളണ്ട്. സോ പ്രിറ്റി. ഇതാണ് നമ്മുടെ പ്ലോട്ട്. ഞാൻ പറഞ്ഞ ബാരൽ സംഭവം ഇതാണ്. ഇത് നമുക്ക് ഇവിടെ കമ്മ്യൂണിറ്റിയിൽ സൈഡിലുണ്ടാവും. ഇത് വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് അതിൻ്റേതായ സ്പോട്ടിൽ കൊണ്ടുവെക്കണം. സോ ഇറ്റ് ലുക്സ് നമ്മുടെ വണ്ടി ചക്രം. അപ്പം നമുക്ക് സ്വന്തമായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് വാങ്ങിച്ച് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും നമുക്കതിൻ്റെ അത്ര ആവശ്യമില്ലല്ലോ. അപ്പം നമ്മുടെ പ്ലോട്ട് ഇവിടെയാണ്. ആ സൈക്കിൾ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ സൈക്കിളാണ്. അവിടെ നിന്ന് നമ്മൾ നടക്കുക. ഇതൊക്കെ മറ്റു ആൾക്കാരുടെ പ്ലോട്ട്സാണ് കേട്ടോ. ഇതൊരു ചെറിയ വെയർ ഹൗസ് സെറ്റപ്പ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഗാർഡൻ. ഇത് വേറെ ഒരു ചൈനീസ് അപ്പൂപ്പൻ അമ്മൂമ്മയുടെ പ്ലോട്ടാണ്. അവരിപ്പോൾ കുറച്ച് നാളായിട്ട് വരുന്നില്ല. എന്താണോ എന്തോ. അല്ലെങ്കിൽ ഇത് നല്ല ക്ലീനായിട്ട് കിടക്കുക. ഏറ്റവും നല്ല പ്ലോട്ട് ഇതായിരുന്നു. ബട്ട് ഇപ്പോൾ ഇതൊരു കാട് പിടിച്ച അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ കണ്ടോ, ഇത് മുഴുവനും ഇങ്ങനെയാണ്. സോ യു ഹാവ് ടു വെയർ ദ ബൂട്ട്സ്. നമ്മുടെ ഷൂവിൻ്റെ പണി പോയി കിട്ടും. ഇതാണ് നമ്മുടെ സാധനം. ഓക്കെ, ഞാൻ ഒരുപാട് അകത്തോട്ട് പോകുന്നില്ല, കാരണം ഞാൻ ഷൂസാണ് ഇട്ടിരിക്കുന്നത്. ബൂട്ട്സ് ഇട്ടിട്ട് അകത്ത് ചെല്ലാം. എന്നിട്ട് അവിടെ കോരിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കോരിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഓക്കെ, അത് പൊക്കിയിട്ട് ആ ഗ്രീൻ സാധനം, ഇതാദ്യമേ നമുക്ക് ലോക്ക് തുറന്ന് ആ ഗ്രീൻ സാധനം പൊക്കിയിട്ട് അതിൻ്റെ അടിയിലാണ് ഗോൾഡ് ഉള്ളത് ഗൈസ്, ഗോൾഡ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളതെടുത്തിട്ട് നമ്മുടെ സ്ഥലത്ത് കൊണ്ടിടണം. എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ നമ്മളൊരു 10 ബാരലെങ്കിലും ഇടണം. 10 ബാരലൊക്കെ ഇടാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഗാർഡൻ ഇച്ചിരി കുറേ ദൂരെയായിരുന്നു. അപ്പം ഈ മാനുവർ പോയിൻ്റ് ഇന്ന് ഒരു ലെറ്റ്സ് സേ 500 meters മോർ ഉണ്ടായിരുന്നു. പറയുമ്പോൾ 500 meters ബട്ട് ഈ സാധനം ഉന്തിക്കൊണ്ട് പോയി. മാത്രമല്ല വഴിയൊക്കെ അത്ര പരന്ന വഴിയല്ലല്ലോ. ഇറ്റ് ഈസ് കയറ്റോ ഇറക്കവും ടൈൽസിൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങലും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഈസി. ഞാനൊരു 3-4 കഴിയുമ്പോഴത്തേക്ക് ഞാനങ്ങ് തളരും. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ആകെ ചാലഞ്ച് എന്ന് പറയുന്നത് ഇതിലേ കൊണ്ടുവന്നിട്ട് ഇതിനുള്ളിൽ കൂടെ അകത്ത് കയറ്റുന്നത്. ഇതൊരു ചെറിയ നാരോ വഴിയാണ് കണ്ടോ, ചെറിയൊരു വഴിയായതുകൊണ്ട് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വിൽ ഗോ. അപ്പം ഞാൻ ഇത് എൻ്റെ ഫുള്ള് ഇത് ഇന്നും ചെയ്യണം. ഐ എം പ്ലാനിങ് ടു ഡു ഇറ്റ് ടുമോറോ ഓൾസോ. അപ്പം നാളെയും കൂടെ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇഫ് ഇറ്റ് മോട്ടിവേറ്റ്സ് യു ഗൈസ് ടു അറ്റ്ലീസ്റ്റ് പ്ലാന്റ് 1 plant, then it is my success. നമ്മുടെ ട്രെല്ലിസൊക്കെ കണ്ടോ, ചെടികൾ കയറാനായിട്ട് ഇങ്ങനെ കൊതിച്ച് കിടക്കുകയാണ്. സോ ഗൈസ്, ലെറ്റ് മീ സ്റ്റാർട്ട് ഫോർ. അപ്പം ഞാൻ എൻ്റെ പണിയായതും എൻ്റെ ഷൂസും ഒക്കെ ആയിട്ട് റെഡി ആയിരിക്കുകയാണ്. ആദ്യം ഇവിടെ നിന്ന് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ പറിച്ച് കളഞ്ഞ്, ബാക്കിയുള്ള പ്ലാന്റ്സ് ഒക്കെ പറിച്ച് കളഞ്ഞിട്ട് ഇതൊന്നും സോയിലൊന്ന് എയർ ചെയ്യണം. എന്നിട്ടേ നമുക്കിവിടെ കോമ്പോസ്റ്റ് ഉണ്ടെന്ന് തട്ടാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ബാരലിൽ കൊണ്ടുവന്ന് സാധനങ്ങളിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം. ഈ ചാവി ഇന്ന് തന്നെ കൊടുക്കണം. സാധാരണ ഇവിടെ ശനിയാഴ്ചയാണ് നമുക്കിത് കിട്ടുന്നത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു. അതിന് ഉത്തരവാദിയായ ഒരു പേഴ്സൺസ് ഉണ്ട്. പുള്ളിയോട് ചോദിച്ചു, ഇന്ന് രാവിലെ ചാവി കിട്ടുമോ, 1 മണിക്കൂറത്തേക്ക് മതി. അപ്പോൾ അയാൾ പറഞ്ഞു, യാ ഐ എം കമ്മിങ്, ഞാൻ വന്നേക്കാം. അപ്പോൾ അയാൾ നിന്നോട് സ്നേഹത്തോടെ പറഞ്ഞു, 1 മണിക്കൂർ മതിയാകും, ഞാനിവിടെ ഒരു 12 മണി വരെ ഉണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിൽ കുറേ ലഡുകൾ പൊട്ടി. ഇടയ്ക്ക് ബ്രേക്ക് ഇട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വർക്ക്. ഞാൻ കുറേ നേരമായി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. പണി തുടങ്ങാം.